അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിത അറസ്റ്റിലായി. ഷിംജിതയെ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. മകന് നീതി ലഭിക്കണമെന്നും ഇനി ഒരാളും ഇരയാക്കപ്പെടരുത് എന്നും ദീപകിന്റെ മാതാപിതാക്കൾ. കോളേജ് സബ് ഇൻസ്പെക്ടർ അരുണിന്റെ വാഹനത്തിലാണ്. എങ്ങനെയാണ് ഒരു SIയുടെ വാഹനത്തിൽ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്നത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. VIP പരിഗണന കൊടുക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പറയണം. മനോഹരമായി ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഷിംജിതയ്ക്കെതിരെ കേസ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയില്ല. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ്. റിമാൻഡ് ചെയ്ത ഷിംജിതയെ ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ജില്ലാ ജയിലിലേക്കല്ല, മഞ്ചേരി ജയിലിലേക്കാണ് അവരെ മാറ്റി. ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പരമാസത്ത അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന്. ഈ പ്രാഥമികമായി ഈ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന തരത്തിൽ തന്നെയാണ് ഷിംജിതയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇതൊരു വീഡിയോ കണ്ടന്റ് എന്ന രീതിയിൽ തന്നെ സൃഷ്ടിച്ച ഒരു വീഡിയോ എന്ന രീതിയിൽ അത്തരം ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരും അതുപോലെ തന്നെ ഈ വീഡിയോ പരിശോധിക്കുന്ന ആളുകളൊക്കെ അത്തരം സൂചനകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയും. മുന്നോട്ട് പോവുക. ഈ വീഡിയോ പ്രാഥമികമായി തന്നെ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് വരുത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട. നിന്നൊക്കെ ഗുരു കൊണ്ട് പോകൂടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.